അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വണ്ടി നിങ്ങൾ എന്തായാലും മുന്നേ കണ്ടിട്ടുണ്ടാവും. കാര്യം ഇതാണ് ഏറ്റവും പുതിയ കാവാസാക്കിയുടെ Z1100. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതേ സെയിം ഒരു ഡിസൈൻ തന്നെ നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു ഡുവൽ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ്സ് നമുക്കിവിടെ കാണാൻ പറ്റും, LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഷോയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സസ്പെൻഷനാണ്. റേഡിയൽ കാലിപ്പേഴ്സ് നമുക്ക് കാണാം, കാവാസാക്കിയുടെ തന്നെ കാലിപ്പേഴ്സാണ്. TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ Z900 വന്ന അതേ ഒരു TFT ഡിസ്പ്ലേ വിത്ത് റൈഡ് മോഡ്സും റൈഡോളജി എന്ന് പറഞ്ഞ കണക്ട് ആപ്പും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 17 ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്, പ്രൊഡ്യൂസിങ് 136 PS ആൻഡ് 113 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. ആ ഒരു എക്സോസ്റ്റ് സിസ്റ്റം പോയതുണ്ടോ, ഇതാണ് ഇതിൻ്റെ പുതിയ എക്സോസ്റ്റ്. 1 സൈഡഡ് എക്സോസ്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 125 റിയറിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ടെയിൽ സെക്ഷൻ കേട്ടോ, ഈ ഒരു കൗളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ നെക്സ്റ്റ് സാധനം നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റർ കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. അതായത് ക്വിക്ക് ഷിഫ്റ്ററും ബ്ലിപ്പറും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കാൻ വണ്ടിയുടെ വെയിറ്റ് തന്നെ 221 കിലോ ആണ്. അതുകൂടാണ്ട് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 815 ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ 16,59,000 രൂപയാണ് ഓൺ റോഡ് കൊച്ചി. അപ്പോൾ ഡു ചെക്ക് ഔട്ട് നമ്മുടെ കാവാസാക്കി കൊച്ചി വണ്ടി അവിടെ വന്നിരിപ്പുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.